പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ന്യൂ ജയ്പാഗുരിയിലാണ്. അപ്പോൾ കാഞ്ചൻജംഗ യാത്ര ചെയ്യാൻ വേണ്ടിയാണ്. അന്ന് ചെയ്യാൻ പറ്റിയില്ല, അപ്പോൾ വീണ്ടും ഒന്നുകൂടെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. മണി 4 അപ്പോൾ പാനി ടാങ്കിയിലോട്ടാണ് പോവേണ്ടത്. അപ്പോൾ വിവേക് എക്സ്പ്രസ്സിലാണ് വന്നത് ഞാൻ. ഇനി പുറത്തോട്ടാണ് പോകേണ്ടത്. പുറത്തോട്ടുള്ള വഴി ഇവിടെ നോക്കണം ഇനി. അപ്പോൾ വിവേക് എക്സ്പ്രസ്സിൽ 2400 തേർഡ് AC ആണ് എടുത്തത്. രാത്രി പോവേണ്ട ആൾക്കാരെല്ലാം ഇവിടെ കിടന്ന് ഉറക്കമാണ്. നമുക്ക് പോകാൻ ഇവിടെ എസ്കലേറ്ററൊക്കെ ഉണ്ട്. നമ്മളിനി പുറത്തോട്ടാണ്. അന്ന് വന്നപ്പോൾ മഴ കാരണം നമുക്ക് കാഞ്ചൻജംഗ ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെ പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു. അന്നപൂർണ്ണ സർക്കിട്ട് കഴിഞ്ഞിട്ട് കാഞ്ചൻജംഗ ചെയ്യാമെന്ന് വിചാരിച്ച് നാട്ടിൽ പോയിട്ട് വീണ്ടും ന്യൂ ജയ്പാഗുരിയിൽ വന്നു, സിലഗുരിയിൽ വന്നു. അങ്ങനെ അവിടെ നല്ല ഇറങ്ങി പുറത്തിറങ്ങി നേരെ വന്നപ്പോൾ അന്നത്തേനെക്കാട്ടും വ്യത്യാസം. ഇവിടെ എല്ലാ ഹോട്ടലുകളാണ്. സമയം ഇപ്പോൾ 4:45 ആയതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നേരെ ഇവിടെ വരുമ്പം തന്നെ നമുക്ക് ബസ് സ്റ്റാൻഡുണ്ട്. ബസ്സൊക്കെ ഇവിടെ ഉണ്ട്. അയ്യോ, ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡാർജിലിംഗ് പോകേണ്ട ആൾക്കാരാണ് ഇവിടെ ഇറങ്ങുന്നത്. നേപ്പാളുള്ളവരും ഉണ്ട്. നമുക്ക് ബസ് ഏറ്റവും ലാസ്റ്റാണ്. ബസ് ഇതാ കാണുന്നതാണ്. ഇവിടെ ആരും കാണാനില്ല. ബസ്സിൽ നിന്ന് ഇതാ ഇറങ്ങി. ബസ് ഇതാ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഗുഡിയ എന്ന് പറയുന്ന ചെറിയ ഓട്ടോറിക്ഷ, അതിലാണ് നമ്മൾ ബോർഡറിലോട്ടിന് പോകുന്നത്. അപ്പോൾ ഇവിടെ അടുത്ത് ഭൂരിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ബോർഡറിലോട്ട് പോവാം. ഭയ്യ, നമുക്ക് ബസ് ഇറങ്ങി ഒരു 15 മിനിറ്റ് യാത്രയാണുള്ളത്. നമുക്കിവിടെ ഇന്ത്യൻ ആർമിയുടെ ചെക്കിംഗ് ഉണ്ടാവും. നമ്മൾ അവിടെ വീഡിയോ എടുക്കാൻ കഴിയില്ല. നമ്മൾ ചെക്കിങ് ഒക്കെ കഴിഞ്ഞ് ഇതാ നേപ്പാളിലോട്ട് കയറുകയാണ്. അവിടെ നമ്മൾ ആധാർ മാത്രം കാണിച്ചാൽ മതി, പാസ്പോർട്ടൊന്നും ചോദിക്കില്ല. നമുക്ക് അവിടെ ഇറങ്ങി നടന്നും ഈ പാലം ക്രോസ് ചെയ്ത് നേപ്പാൾ ബോർഡറിലോട്ട് കയറാം. ഇതിൻ്റെ ഇടയ്ക്ക് ഈ പാലത്തിൽ മാത്രം സർവീസ് ചെയ്യുന്ന ഓട്ടോയാണിത്. നമുക്ക് ഓട്ടോയ്ക്ക് ഒരു 20 രൂപയേ ഉള്ളൂ.
അപ്പുറത്തുള്ള അതാ കാണുന്ന പാലത്തിലൂടെയാണ് വലിയ വണ്ടികളൊക്കെ നേപ്പാളിലോട്ട് പോകുന്നത്. അതിന് പ്രത്യേകിച്ച് പെർമിറ്റൊക്കെ എടുത്തിട്ടാണ് ആ പാലത്തിലൂടെ അവർ കയറ്റി വിടുള്ളൂ. അതിന് അപ്പുറത്ത് പ്രത്യേകിച്ച് സ്ഥലമുണ്ട്. ഇത് നമ്മളെ സാധാരണ ആൾക്കാർ ഇതിലെയാണ് പോകുന്നത്. ഈ ഓട്ടോയിൽ പോകുന്നവരെല്ലാം നടന്നും പോകുന്നവരെല്ലാം ഇതിലെയാണ് ബോർഡർ ക്രോസ് ചെയ്യുന്നത്. 20 രൂപ മുതൽ 30 രൂപ വരെ ഇവർ വാങ്ങും. അത് ഒന്നീ നേപ്പാളി കറൻസി കൊടുത്താലും മതി. ഇതാ ഇവിടെ ചെക്കിങ്ങിന് പോലീസൊക്കെ നിൽപ്പുണ്ട്. നമ്മളിതാ നേപ്പാളിലോട്ട് കയറി. ഇതാ ഇവിടെ വീണ്ടും ചെക്ക് പോസ്റ്റിൽ പട്ടാളത്തുകാരും നേപ്പാളിൻ്റെ പോലീസുകാരും ഉണ്ട്. അപ്പോൾ വീഡിയോ ക്ലോസ് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ വീഡിയോ എടുത്ത് പോവുകയാണ്. അപ്പോൾ അവിടെ നിന്ന് വീഡിയോ എല്ലാം എടുത്ത് ഇതാ ഇങ്ങോട്ട് വന്നു. നമുക്കിനി ഇവിടെ നിന്ന് എപ്പോഴാണ് ബസ് ഉണ്ടെന്നാണ് ഇനി നോക്കേണ്ടത്. ഇനി ഇവിടെ നിന്ന് നമുക്കൊരു അരമണിക്കൂർ യാത്ര കൂടെ ഉണ്ട്. നമുക്ക് അവിടെ പോയാലേ തപ്ലജുങ്ങിലേക്കുള്ള ജീപ്പ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ കറൻസി മാറണം. ഇന്ത്യൻ പൈസ മാറിയാലേ അപ്പോൾ ഇവിടുത്തെ എക്സ്ചേഞ്ച് കയറി നമുക്ക് പൈസ മാറാം. ഇത് അവർ കൈ കാണിക്കണുണ്ട് ക്യാമറ മാറ്റാൻ. അങ്ങനെ പൈസയെല്ലാം മാറി. ഇനി നമുക്ക് വേണ്ടത് ബുർദാമൂഡിലേക്കുള്ള ബസ് ഇവിടെ നിന്ന് നോക്കണം. ബുർദാമൂഡിൽ പോയതിന് ശേഷമാണ് നമുക്ക് തപ്ലജുങ്ങിലോട്ട് പോവേണ്ടത്. അവിടെ നിന്ന് ജീപ്പാണ്. അപ്പോൾ ഇതാ കിടക്കുന്ന ബസ് ബുർദാമൂഡിലോട്ടാണോ എന്ന് നോക്കണം. ഇവിടെ നിന്ന് ബുർദാമൂഡിലോട്ട് ഒരു അരമണിക്കൂർ. അപ്പോൾ നമ്മൾ ബസ്സിൽ അങ്ങനെ പെട്ടെന്ന് ചാടി കയറി നേരെ ബുർദാമൂഡിലോട്ടാണ്. ഇനി അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് ജീപ്പ് കിട്ടിയാൽ നമ്മളൊരു 7 മണിക്കകത്ത്, ഒരു 6-7 മണിക്കകത്ത് നമ്മൾ തപ്ലജുങ്ങിലെത്തും. അന്ന് നമ്മൾ പകുതി വഴിയിൽ നിന്ന് നമ്മൾ തിരിച്ചു വരികയാണ് ചെയ്തത്. എന്നിട്ടാണ് അന്നപൂർണ സർക്യൂട്ടിന് പോയത്. അങ്ങനെ ബുർദാമൂഡിൽ വന്നിറങ്ങി. ഇനി തപ്ലജുങ്ങിലേക്കുള്ള വണ്ടി നമുക്ക് നോക്കണം. ഇവിടെ നേരെ ഇനി തപ്ലജുങ്ങിലേക്കുള്ള വണ്ടി. ബാഗൊക്കെ എടുത്ത് കയറ്റിയിട്ടുണ്ട്. നമ്മളെ നാട്ടിലെ ഒമിനി പോലത്തെ വണ്ടിക്കകത്ത് കയറി. ഏറ്റവും ബാക്ക് സീറ്റാണ് കിട്ടിയത്. ഇപ്പോൾ പോകുന്ന വഴി നമ്മൾ നേപ്പാളിലെ ഏറ്റവും മനോഹരമായ തേയിലത്തോട്ടമുള്ള സ്ഥലത്തൂടെയാണ്. ഇലാം എന്ന് പറയുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസാണ്. ഇവിടെ നമ്മളൊക്കെ മൂന്നാറ് പോലെ തേയിലത്തോട്ടം മാത്രമാണ് ഈ കുന്നുകളെല്ലാം. നേപ്പാളിലേക്കുള്ള തേയില മൊത്തം ഇവിടെ നിന്നാണെന്ന് പറയാം നമുക്ക്. അത്രയ്ക്ക് വലിയ തേയിലത്തോട്ടങ്ങളാണ് ഈ 2 സൈഡിലും വരുന്നത്. ഇനി കുറേ ദൂരം നമുക്ക് തേയിലത്തോട്ടങ്ങളാണ് കാണാൻ കഴിയുക. ഇവിടെ ഒത്തിരി ടൂറിസ്റ്റ് ആൾക്കാരെല്ലാം ഇവിടെ വന്ന് നിൽക്കുകയാണ്. ഇവിടെ നല്ലൊരു വ്യൂ പോയിൻ്റാണ്. അപ്പോൾ നമ്മളെ വണ്ടി ഇവിടെ നിർത്തത്തൊന്നുമില്ല. നമ്മൾ നേരെ തപ്ലജുങ്ങിലോട്ടുള്ള യാത്രയിലാണ്. കണ്ടില്ലേ, മൊട്ടക്കുന്ന് പോലെല്ലാം തേയിലത്തോട്ടങ്ങളാണ് ഇവിടെ. ഇതെല്ലാം ടൂറിസ്റ്റ് വണ്ടികളാണ്. എല്ലാവരും ഇവിടെ ഇറങ്ങി ഫോട്ടോ എടുത്തിട്ടാണ് പോകുന്നത്.
ഒക്ടോബറിൽ നേപ്പാളിൽ ചെറിയ പ്രളയം ഉണ്ടായിരുന്നു. അന്നേരം ഒലിച്ചു പോയൊരു പാലമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഇവിടെ ഒരു വലിയ നദിയുണ്ട്. ഈ കാണുന്ന സ്ഥലത്ത് ഒരു വലിയ പാലം ഒലിച്ചു പോയത് കൊണ്ടാണ് എനിക്ക് ഒക്ടോബറിൽ ഇവിടെ വരാൻ പറ്റാതെ തിരിച്ചു പോവേണ്ട വന്നത്. അപ്പോൾ ഇതിന് മുന്നേ ഉള്ള ഒരു ഗ്രാമം വരെ അന്ന് ജീപ്പിൽ വന്നു. അത് കഴിഞ്ഞ് മഴയും മണ്ണിടിച്ചിലും കാരണം ഞാൻ തിരിച്ചു പോയി. അന്നപൂർണ്ണ സർക്കിട്ട് ചെയ്യാൻ വേണ്ടി പോയിരുന്നു. അപ്പോൾ ഇവിടുത്തെ പാലം ഒലിച്ചു പോയി വരുന്ന വഴിക്കുള്ള മണ്ണിടിച്ചിലും എല്ലാം കാരണമാണ് എനിക്ക് ഒക്ടോബറിൽ കാഞ്ചൻജംഗ ചെയ്യാൻ കഴിയാതെ പോയത്, നവംബറിലായത്. ഈ വെള്ളം കുറഞ്ഞ സ്ഥലത്തൂടെ നമ്മൾ അപ്പുറത്ത് പോവുമായിരിക്കും. അത് അങ്ങ് ദൂരെ കാണാൻ പറ്റുന്നുണ്ട്. ഇതെല്ലാം വലിയ മഴയത്ത് സൈഡൊക്കെ റോഡൊക്കെ ഇടിഞ്ഞു പോയതാണ്. ഇതിലെ റോഡല്ല, ഇപ്പോൾ വെട്ടിയതായിരിക്കണം. ഇതിലെ ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് പാലം ഒലിച്ചു പോയത് കൊണ്ട് ഇപ്പോൾ വെട്ടിയതായിരിക്കണം. അങ്ങ് ദൂരെ നിന്നൊരു ആംബുലൻസ് ഒക്കെ വരുന്നുണ്ട്. ഇവിടുത്തെ ആംബുലൻസ് ജീപ്പാണ്, മഹേന്ദ്ര. ആംബുലൻസ് ലൈറ്റ് ഇട്ടൊക്കെ വന്നിട്ട് നമ്മളെ വണ്ടിക്കാരെ സൈഡ് കൊടുത്തില്ല. അതാ ആംബുലൻസ് ബാക്കിലോട്ട് എടുക്കുക. നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മളെ വണ്ടി ആയിരിക്കും ബാക്കിലോട്ട്, ഇവർ ആംബുലൻസിനെ ബാക്കിലോട്ട് എടുപ്പിക്കുക. അകത്ത് ആളൊക്കെ ഉണ്ട്. ആംബുലൻസുകാരൻ മിക്കവാറും എന്തെങ്കിലും പറയാൻ സാധ്യതയുണ്ട്. ഇത് അവൻ ദേഷ്യപ്പെടുക, ആംബുലൻസുകാരൻ. അവൻ വരുന്ന കണ്ടിട്ട് നമ്മളെ വണ്ടി ചവിട്ടി കൊടുത്തില്ല. അപ്പോൾ ഇതാ ഇവിടെ കുറേ കല്ലൊക്കെ വാരിയിട്ട് റോഡൊക്കെ തട്ടിക്കൂട്ടി ചെയ്തിട്ടുണ്ട്. റോഡല്ല, ചെറിയ മൺപാത ചെയ്തിട്ടുണ്ട്. വലിയ പൈപ്പുകൾ കൊണ്ട് നിറച്ചിട്ടിട്ട് അതിൻ്റെ പുറത്ത് മണ്ണിട്ട് വണ്ടി പോകുന്നു. പൈപ്പിനകത്ത് ഈ കൂടെ വെള്ളമെല്ലാം പോവും. അപ്പോൾ വലിയ വെള്ളപ്പൊക്കമായിരുന്നു ഒക്ടോബറിൽ. അങ്ങോട്ട് പോകെ നമുക്ക് മണ്ണിടിച്ച കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇതാ നമ്മളെ വെട്ടിച്ചൊക്കെ ഒരു വണ്ടി ഇതാ വന്ന് കയറാൻ നോക്കി, പക്ഷേ നടന്നില്ല. നമ്മളങ്ങനെ തപ്ലുജുങ്ങിൽ എത്തിയിട്ടുണ്ട്. ഞാൻ വീണ്ടും ഈ വണ്ടി കയറി ഒരു ഹോട്ടലിൻ്റെ ഫ്രണ്ടിലോട്ട് ഇറക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ 6:30 മണിയായി. 6:30 മണിയാകുമ്പോൾ തന്നെ ഇവിടെ നേരെ ഇരുട്ടും.
അപ്പോൾ നമ്മൾ തപ്ലിങ്ങിലോട്ട് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇലക്ട്രിക്കൽ വണ്ടിയിൽ കയറരുത്. 3 പ്രാവശ്യം ഈ വണ്ടി ചാർജ് ഇട്ടു. ഞാൻ ഏകദേശം 4 മണിക്കൂർ, മൊത്തത്തിൽ 4 മണിക്കൂറോളം നമുക്ക് വേസ്റ്റാണ് ഈ വണ്ടിയിൽ. അപ്പോൾ തപ്ലിങ്ങിൽ നമുക്കിനി ഒരു ഹോട്ടൽ നോക്കണം. ഹോട്ടൽ നോക്കി നാളെ രാവിലെ തന്നെ നമുക്ക് കാഞ്ചൻജംഗയിലോട്ട് തിരിക്കേണ്ടതാണ്.